നിങ്ങൾക്കൊരു സാലറി ഉണ്ട്, നിങ്ങളൊരു പ്രൊഫഷനാണ്. അപ്പോൾ ഞാൻ എനിക്ക് പല കോൾസും വരാറുണ്ട്, എനിക്കിത് പ്രൊഫഷൻ ആക്കണം, ഇതെനിക്ക് അതർ ഇൻകം. നിങ്ങളുടെ അതർ ഇൻകം ആക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ യു ഗോ ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊരു അതർ ഇൻകം ആക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഡിസിപ്ലിൻ ഒരിക്കലും നിങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്ലോ ലേണർ ആയതുകൊണ്ട് എനിക്കൊരു 3 വർഷം കൊണ്ട് എൻ്റെ ഇപ്പോൾ കുറേ പൈസ പോയപ്പോൾ എനിക്ക് ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പോൾ ചിലവർക്ക് പൈസ പോകണമെന്നില്ല, ദേ വിൽ കം വിത്ത് എ ഗുഡ് ട്രേഡ് സെറ്റപ്പ്. അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ലേൺ ചെയ്ത് ട്രേഡ് ചെയ്ത് ഒരു ലോട്ട് ട്രേഡ് ചെയ്ത് അങ്ങനെ സൈക്കോളജി ഉണ്ടാക്കാം. ഒരു പ്രൊഫഷണൽ ട്രേഡറായി പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഡീപ്പ് ആൻഡ് വർക്കൗട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്കൊരിക്കലും ഇപ്പോൾ ഈ മൈൻഡ് റീഡിംഗ് എന്നൊരു കാര്യം ഇതിലുണ്ട്, അതേപോലെ നിങ്ങൾക്കൊരു മാർക്കറ്റ് റീഡിംഗ് വേണം. ഈ മാർക്കറ്റ് റീഡിംഗ് വേണമെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സൈക്കിൾ വെച്ചാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫിനോമിനൽ സൈക്കിൾസ് എന്ന് പറയും. അതായത് നമുക്കൊരു മാർക്കറ്റ് ബെയർ, ബുള്ള്, സ്റ്റാഗ്നൻ്റ്, കൺസോൾട്ടേറ്റഡ്, അല്ലെങ്കിൽ വോൾട്ടൈൽ, അങ്ങനെ ആ ഒരു രീതിക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ വരും. ഫോർ എക്സാമ്പിൾ കറണ്ട് ഇയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലാർജ് ഇയർ ഓഫ് കൺസോൾട്ടേഷൻ നടക്കുന്ന നിഫ്റ്റി ഇൻഡെക്സിൽ. അപ്പോൾ ഇത് നമ്മൾ ഒരു വർഷം ഇരുന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുന്ന ലാർജ് ഇയർ ആണെന്ന്. അതിന് 3 മാസം കയറി പോയിട്ട് തിരിച്ചു വന്ന് ഈ മാർക്കറ്റ് കൊള്ളില്ല, ഇപ്പോൾ അടുത്ത 3 മാസം മാർക്കറ്റ് വർക്കാവും. അങ്ങനെ കൺസോൾട്ടേഷൻ മാർക്കറ്റ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മിനിമം ഒരു വർഷമെങ്കിലും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അറ്റവും മൂലവും വാലും തുമ്പൊക്കെ കിട്ടും. പക്ഷേ അതിന് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് റൺ ചെയ്യുക. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ ട്രേഡറാകുമ്പോൾ ഞാൻ ആദ്യം പറയും, നിങ്ങൾ ജോലിയുണ്ടോ, ജോലി വിടല്ലേ. അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ടൈമിനെ പഠിച്ച് നോളജ് ഗെയിൻ ചെയ്ത് ലൈവ് മാർക്കറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നിൽക്കാവുന്നൊരു കാലിലേക്ക് എത്തുമ്പോൾ സമയത്ത് നിങ്ങൾ അപ്പം ജോലി വിടുക. അപ്പോൾ യു ക്യാൻ ബിക്കം എ പ്രൊഫഷണൽ ട്രേഡർ. സോ എനിക്ക് അറിയുന്ന ഇഷ്ടംപോലെ ട്രേഡേഴ്സ് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ രീതി. അവരൊക്കെ എന്ന് വെച്ചാൽ ജോലി ചെയ്ത് ഒരു 10 വർഷം 12 വർഷം കഴിഞ്ഞാൽ അവർ ദേ മെയ്ഡ് സം മണി. അതിൻ്റെ ഒരു കോർപ്പസിന് ഇത്ര % അവരെടുത്ത് ദേ ആർ റെഡി ടു ലൂസ്. ഞാൻ പറയാം, ദേ ആർ റെഡി ടു ലൂസ് ദ മണി. ആ ലൂസ് സിസ്റ്റം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യു ക്യാൻ ഗെയിൻ. ആ ഒരു സിസ്റ്റം, പെയിൻ ഉണ്ടെങ്കിലേ ഗെയിൻ ഉണ്ടാവുള്ളൂ. ഇവിടെ പെയിൻ എന്ന് പറഞ്ഞാൽ മെൻ്റൽ അഗണിയാണ്. അത് നമ്മൾ ഇറിറ്റേഷൻ, അത് കാരണം നമ്മളെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന മാർക്കറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം നമ്മൾ ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സ്, പ്രൊപ്പറേറ്റീവ് ഫേംസ്, FIs വിട്ടേക്ക്. ഈ 3 സർക്കിളിൽ കിടന്നാണ് നമ്മൾ കിടന്ന് കറങ്ങി ഇപ്പോഴും മാർക്കറ്റ് കറങ്ങിക്കൊണ്ടിരിക്കണം. സോ നമ്മൾ അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു മെൻ്റൽ അഗണി. ഈവൻ ദോ നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ എടുത്ത പൊസിഷൻ കറക്റ്റായിരുന്നു, സെറ്റപ്പ് ഈസ് കറക്റ്റ്, ഐ മെയ്ഡ് ലോസ്. ഈ ഒരു സിസ്റ്റം എല്ലാവരും പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് അറിയാവുന്നവരാണ് അപ്പുറത്തിരിക്കുന്നത്. കാരണം എൻ്റെ ആ എക്സ്പീരിയൻസ്, ഞാൻ വർക്ക് ചെയ്ത അറിയാമല്ലോ. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ളവരെ തിന്നാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്കറിയാമോ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ എടുക്കും, നമ്മുടെ ടീമിന് അറിയാൻ പറ്റും. സോ വി ആക്ട് ലൈക്ക് ദാറ്റ് ഓൺലി. അപ്പോൾ കുഴപ്പമെന്ന് പറയുന്നതാണ് മറ്റവരത് അറിഞ്ഞൂടല്ലോ, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി. ഇപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് വർക്കാവും, കുഴപ്പമില്ല, ട്രേഡ് ചെയ്യാം. ആ ദിവസം ഫുൾ ക്യാപിറ്റലും കൊണ്ട് എടുക്കും, ലോസ് ആവും. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, വെച്ചാൽ അയ്യോ സാറേ ഞാൻ ഇന്നെടുത്ത സ്റ്റോക്കാണെന്ന് അത് കയറില്ല, ഞാൻ വിട്ട ആ സ്റ്റോക്ക് അങ്ങോട്ട് കയറി പോകും. സാധാരണ പല ആൾക്കാരും നമ്മുടെ ട്രേഡിങ്ങിൽ കാണുന്നതാണ്, ശരിയല്ല? അതിന് ഈ സൈക്കോളജിയുടെ ഫാക്ടറാണ്. സൈക്കോളജി ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊഫഷണൽ ട്രേഡർ ആകാൻ പറ്റുള്ളൂ. സൈക്കോളജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് വർഷങ്ങൾ പിടിക്കും, ചിലർക്ക് നല്ല വർഷം. Investments in securities market